ഉള്ളിലേക്ക് കടന്നിരിക്കണമെന്ന് വളരെ വിനയപൂർവ്വം അപേക്ഷിക്കുകയാണ്. നമ്മുടെ ഈ മതനിരപേക്ഷ കുടുംബ സംഗമം ആരംഭിക്കുകയാണ്. നമ്മുടെ അതിഥികളെല്ലാം ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ട കവി കുരിപ്പുഴ വേദിയിലുണ്ട്. കെയിനും ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഈ ചടങ്ങ് ആരംഭിക്കുന്നു. ഈ ചടങ്ങിന് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി സംഘാടക സമിതിയുടെ ജനറൽ കൺവീനറായിട്ടുള്ള സി ചന്ദ്രബാബുവിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാന്യനായ അധ്യക്ഷൻ, സംഘാടക സമിതി ചെയർമാൻ ശ്രീ PS ഇക്ബാൽ, ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാന്യനായ കവി ശ്രീ കുരിപ്പുഴ ശ്രീകുമാർ, KEN, VT വാസുദേവൻ, രാജൻ നല്ലായി, സോബിൻ മഴവിൽ, ഡോക്ടർ VG ഗോപാലകൃഷ്ണൻ, വേദിയിലെയും സദസ്സിലെയും ബഹുമാന്യരെ, കഴിഞ്ഞ 10 വർഷത്തിലധികമായി കേരളത്തിൽ തൃശ്ശൂരിൻ്റെ സാംസ്കാരിക മേഖലയിൽ സജീവമായ ഇടപെടൽ നടത്തുന്ന ഒരു സംഘടനയാണ് സെക്കുലർ ഫോറം. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിടുന്ന ഒരാശയം കൂടിയാണ് ഇന്ത്യയിൽ സെക്കുലറിസം എന്നത്. ആ പദത്തിൻ്റെ തന്നെ കളിയാക്കിക്കൊണ്ട് സിക്കുലർ എന്ന് പറഞ്ഞ് രോഗാതുരമാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കാനും അതില്ലാതാക്കാനും ഒക്കെ നടക്കുന്നതിനിടയിലാണ് സെക്കുലർ ഫോറം പോലുള്ള സംഘടനകൾ പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ 10 വർഷം നിരവധി പ്രവർത്തനങ്ങൾ സെക്കുലർ ഫോറത്തിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ ജില്ലയിൽ നടക്കുകയുണ്ടായി. ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം സെക്കുലറിസം അടിസ്ഥാന ഘടകമാണ്. ഇന്ത്യയെ ഒന്നിപ്പിക്കുന്നത്, ബഹുസ്വരത നിലനിർത്തുന്നതിൽ സെക്കുലറിസം എന്ന ഘടകമില്ലെങ്കിൽ ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ നിലനിൽപ്പ് തന്നെ, ഇന്ത്യ എന്ന ആശയത്തിൻ്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാവും എന്ന് കണ്ടുകൊണ്ടാണ് സെക്കുലർ ഫോറം ഇടപെടൽ നടത്തുന്നത്. നിരവധി ഇടപെടലുകൾ കഴിഞ്ഞ 10 വർഷമായി നടപ്പാക്കുന്നുണ്ട്. ചണ്ടാലവൃക്ഷിക്കുറിച്ച മഹാത്മാഗാന്ധിയുടെ ആശയങ്ങൾ സംബന്ധിച്ച ചർച്ച, കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പ് സെക്കുലർ ഫോറം ഒരു സെക്കുലർ മാനിഫെസ്റ്റോ മുന്നോട്ട് വെച്ച് നമ്മൾ ക്യാമ്പയിൻ നടത്തുകയുണ്ടായി. അതിൻ്റെ തുടർച്ചയെന്നത് കൂടിയാണ് നമ്മൾ ഇന്ന് നടത്തുന്ന സെക്കുലർ കുടുംബ സംഗമം എന്ന് പറയുന്നത്. നമുക്കറിയാം, വാചകം കൊണ്ട് മാത്രം പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ലത്. ഇവിടെ ഇന്ന് നാം ആദരിക്കുന്ന വ്യക്തികൾ സ്വന്തം ജീവിതം കൊണ്ട് സെക്കുലറിസം എന്ന മഹത്തായ ആശയത്തെ ഉയർത്തിപ്പിടിച്ചവരാണ്. ഇത് എളുപ്പ വഴിയല്ല. ഇതിങ്ങനെ ഈ സെക്കുലറിസ്റ്റ് ജീവിതം നയിക്കുക എന്ന് പറയുന്നത് ഒരു എളുപ്പ വഴി. എന്തെല്ലാം പ്രതിസന്ധികൾ തരണം ചെയ്തുകൊണ്ട് അവർ ദീർഘകാലം ഈ ആശയത്തിന് വേണ്ടി പോരാടിയ ആളുകളാണ്. നമുക്കറിയാം, ഈ ഇപ്പോൾ സെക്കുലറിസത്തെ വഴിതെറ്റിക്കുന്ന ആചാര സംരക്ഷണത്തിന് നിൽക്കുന്നവർ തന്നെ അവർക്ക് സൗകര്യപ്രദമായ ആചാരങ്ങൾ ലംഘിക്കുന്ന കാര്യവും നമുക്കറിയാം. ഇന്ന് ഈ അമ്പലങ്ങളെ, അധസ്ഥിതരുടെ അമ്പലങ്ങളെ കയ്യേറി വരേണ്യ ക്ഷേത്രങ്ങളാക്കി മാറ്റുന്ന ഒരു വലിയ പ്രതിഭാസമുണ്ട്. അപ്പം അധസ്ഥിതരായെന്ന് പറഞ്ഞ ആളുകൾ അവരുടെ ആചാരങ്ങളെ ലംഘിച്ചുകൊണ്ട് അവരുടെ അമ്പലങ്ങളെ തന്നെ കയ്യേറുന്ന കഥ നമുക്ക് കൃത്യമായി നമുക്കറിയാം. അതായത് നാടൻ ദൈവങ്ങളെ ഭാര്യ ദൈവങ്ങളാക്കി മാറ്റി ആ അമ്പലങ്ങളൊക്കെ കൈയടക്കുന്ന ചരിത്രം നമുക്ക് തീർച്ചയായിട്ടും ഉണ്ട്. ഈ ജയമോഹൻ്റെ ഈ മാടൻ മോക്ഷം എന്ന നോവലും അതിന് അനുബന്ധമായുള്ള നാടകമൊക്കെ അത് തന്നെയാണ് നാം കണ്ടുവരുന്നത്. നാം കേരളത്തിൽ ആൾക്കൂട്ട കൊലപാതകം ഉണ്ടാകില്ല എന്ന് കരുതിയ ആളുകളാണ് നമ്മൾ. എന്നാൽ കേരളത്തിൽ തന്നെ ആൾക്കൂട്ട കൊലപാതകം, രാംനാരായണനെ നീ ബംഗ്ലാദേശിയല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് തല്ലിക്കൊന്നത് കേരളത്തിലാണ് അടുത്ത കാലത്ത് സംഭവിച്ചത്. അപ്പോൾ കേരളത്തിൽ ഇതൊന്നും സംഭവിക്കില്ല എന്ന മൗഢ്യം നമ്മൾക്ക് വേണ്ട എന്നാണ് അത് നാം മനസ്സിലാക്കേണ്ടത്. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ സംഭവിക്കുന്നു എന്നത് ഏറ്റവും അപകടകരമായ കാര്യമാണ്.
അപ്പം അതുകൊണ്ട് കൂടിയാണ് ഈ പിന്നെ അതുപോലെ തന്നെ പുതിയ ആചാരങ്ങൾ സൃഷ്ടിക്കുന്നു, പുതിയ ആചാരങ്ങൾ കൊണ്ടുവരുന്നു. അപ്പോൾ നമുക്കിവിടെ കുംഭമേള പോലെയുള്ള കാര്യങ്ങൾ ഇവിടെ വീണ്ടും കൊണ്ടുവന്ന് കേരളത്തിന് നാം ഉണ്ടെന്ന് കരുതുന്ന സെക്കുലർ ഫാബ്രിക്കിനെ തകർക്കാനുള്ള ശ്രമം നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നമുക്ക് വെറുതെ ഇരിക്കാൻ കഴിയുമോ എന്ന് നാം ഓരോരുത്തരും ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം ഇത്രയും ആശങ്കകൾ നമ്മൾ പറയുമ്പോഴും ചില പ്രതീക്ഷകളുടെ നാമ്പുകൾ കൂടി നാം കാണാതിരുന്നുകൂടാ എന്നാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഒന്ന്, ഈ അടുത്ത കാലത്ത് അപകടത്തിൽ മരണപ്പെട്ട ആലിൻ ഷെറിൻ എന്ന പിഞ്ചു കുഞ്ഞിൻ്റെ അവയവങ്ങൾ മറ്റ് കുട്ടികൾക്ക് നൽകിക്കൊണ്ട് ജീവൻ നൽകിയ മറ്റൊന്നിലധികം കുട്ടികൾക്ക് ജീവൻ നിലനിർത്താൻ കഴിഞ്ഞ സംഭവമുണ്ട്. ഈ ശരീരം അവയവദാനം ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ഏത് കുട്ടിക്കാണ്, ഏത് ജാതിക്കാരന്, ഏത് മതക്കാരനാണ് ജീവിതം നൽകിയെന്നല്ല, ജീവന്റെ അടിസ്ഥാന പ്രമാണത്തിൽ ജാതിയും മതവും ഒന്നും ബാധകമല്ല എന്നാണ് ആൽവിൻ ഷെറിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും അധികം ആരും ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു ആചാര ലംഘനത്തിൻ്റെ കഥ കൂടി നിങ്ങളോട് പറഞ്ഞിട്ട് എൻ്റെ ഈ സ്വാഗതം എന്ന കടമയിലേക്ക് ഞാൻ കടക്കാം. മരണാനന്തരം സ്വന്തം ശരീരം മെഡിക്കൽ കോളേജിന് ദാനം ചെയ്ത ഒരു മേൽശാന്തി ഉണ്ടായിരുന്നു ഇവിടെ. ഗുരുവായൂർ മേൽശാന്തിയും മാളികപ്പുറം മേൽശാന്തിയുമായിരുന്ന നെടുങ്ങോട്ടൂർ മൂത്തയിടത്ത് മന രാമൻ നമ്പൂതിരിപ്പാട് കഴിഞ്ഞ ഫെബ്രുവരി 15-ന് മരിക്കുകയും അദ്ദേഹത്തിൻ്റെ മൃതദേഹം മെഡിക്കൽ കോളേജിൽ നൽകുന്നതിന് മുൻകൂർ ക്രമീകരണങ്ങളൊക്കെ വരുത്തി അദ്ദേഹത്തെ കുടുംബത്തെ കൊണ്ട് ചെയ്ത ഒരു മഹത്തായ കാര്യം നമ്മുടെ തൃശ്ശൂർ തന്നെ സംഭവിച്ചു. പക്ഷേ നമ്മുടെ പത്രങ്ങൾ ഈ വാർത്ത കണ്ടവർ വളരെ ചരമക്കോളത്തിൽ മാത്രമാണ് നൽകിയത്. അത് സാധാരണഗതിയിൽ മരണാനന്തര ശരീര ദാനത്തെ സംബന്ധിച്ച് നാം കൺസെന്റ് നൽകിയാലും നമ്മുടെ ബന്ധുക്കൾ അതനുസരിച്ച് കൊള്ളണമെന്നില്ല. പക്ഷേ ഈ മഹത്തായ വ്യക്തി ആ ബന്ധുക്കളെ കൊണ്ട് അത് തയ്യാറെടുപ്പിക്കുന്നതിന് അദ്ദേഹം ഒരു നൂതനമായ രസകരമായ ഒരു കാര്യം ചെയ്തു എന്നുള്ളതാണ് ഞാൻ ഈ കാര്യം എടുത്ത് പറയുന്നത്. അപ്പോൾ ഈ മരണാനന്തര ചടങ്ങുകൾ നിങ്ങൾക്ക് നടത്താൻ വേണ്ടി അദ്ദേഹം അവർക്ക് ഉപദേശിച്ചു, പുല്ലുകൊണ്ട് എൻ്റെ വേറൊരു ശരീരം ഉണ്ടാക്കി അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആചാരങ്ങളൊക്കെ ചെയ്ത് ദഹിപ്പിച്ചോളൂ, എൻ്റെ ശരീരം മെഡിക്കൽ കോളേജിന് കൊടുത്തോളൂ എന്ന് പറഞ്ഞ് അങ്ങനെ കുടിപ്പിച്ച ഒരു ഗുരുവായൂർ മേൽശാന്തി ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. ഇവിടെ ക്ഷേത്രങ്ങളെ കൊള്ള ചെയ്യാനുള്ളതാണെന്ന് കരുതുന്ന മേൽശാന്തിമാരും മറ്റൊക്കെ ഉള്ള സ്ഥലത്താണ് ഈ മൂത്തയിടത്ത് രാമൻ നമ്പൂതിരിയെ പോലുള്ള ആളുകൾ നമുക്ക് മാതൃകയാകുന്നത് എന്നും കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യമായ സ്വാഗതം പറയലേക്ക് കടക്കുകയാണ്. ഈ യോഗത്തിന് ആധ്യക്ഷം വഹിക്കുന്നത് നമ്മുടെ സെക്യുലർ ഭാരതത്തിൻ്റെയും തൃശ്ശൂരിലെ സാംസ്കാരിക ഇടപെടലുകളുടെ ഒരു പ്രമുഖ വ്യക്തിയായ ശ്രീ PS ഇക്ബാലാണ്. അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് ഞാൻ സാദരം സ്വാഗതം ചെയ്യുന്നു. മുഖവിന് വേണ്ടാത്ത മഹത് വ്യക്തിയാണ് കവിയായ ശ്രീ കുരുവിപ്പുഴ ശ്രീകുമാർ. സെക്യുലറിസം എന്ന ആശയത്തിനും ഒക്കെ നിസ്തുലമായ പിന്തുണയും പ്രവർത്തനവും ഒക്കെ നടത്തുന്ന ഈ ബഹുമാന്യനായ ഉദ്ഘാടകൻ ശ്രീ കുരുവിപ്പുഴ ശ്രീകുമാറിനെ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടിയും എൻ്റെ വ്യക്തിപരമായ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ KEN യാതൊരു മുഖവരയും വേണ്ടാത്ത വ്യക്തിയാണ്. കഴിഞ്ഞ പതിറ്റാണ്ട് കാലം പുരോഗമന ആശയങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ശ്രീ KEN ആദരപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ഇന്നൊരു സെക്കുലറിസം, ബഹുസ്വരത, മനുഷ്യാവകാശം എന്ന വിഷയത്തിൽ ശ്രീ ED ഡേവിസ് രചിച്ച ഒരു പുസ്തകം പ്രകാശനം ചെയ്യുന്നുണ്ട്. ഈ പുസ്തക പ്രകാശനം നിർവഹിക്കുന്നത് VT വാസുദേവനാണ്. ശ്രീ നമ്മുടെ VTയുടെ പുത്രൻ കൂടിയാണ് ശ്രീ VT വാസുദേവൻ. അദ്ദേഹത്തെ സാദരം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നത് സോബിൻ മഴവീടാണ്.
അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിന് നന്ദി പ്രകാശിപ്പിക്കുന്നത് നമ്മുടെ സെക്യുലർ ഫോറത്തിൻ്റെ തന്നെ പ്രവർത്തകനായ ഡോക്ടർ വി ജി ഗോപാലകൃഷ്ണൻ, അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ നേരത്തെ കവിത ആലപിച്ച ശ്രീ രാജൻ നെല്ലായിയെ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ വേദിയിലിരിക്കുന്നവരെക്കാൾ സ്വാഗതാർഹരാണ് ഈ സദസ്സിലിരിക്കുന്ന നിങ്ങളെല്ലാം തന്നെ. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വളരെ ബുദ്ധിമുട്ടി ഈ പരിപാടി വിജയിപ്പിക്കാൻ എത്തിയ നിങ്ങളെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ട KN, വളരെ പ്രിയങ്കരനായ കുരിപ്പുഴ VT വാസുദേവൻ മാഷ്, മറ്റ് ആദരണീയായ സുഹൃത്തുക്കൾ, ഒരു നീണ്ട അധ്യക്ഷ പ്രസംഗമൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ എനിക്ക് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത്, നമ്മളിവിടെ കൂടിച്ചേരുന്നത് ഒരു ചരിത്രപരമായ സംഗമമാകും എന്ന് തന്നെയാണ്. കാരണം ചരിത്രത്തിൻ്റെ ഓരോ ദിശാസന്ധികളിലും ഇത്തരം കൂടിച്ചേരലുകൾ ഉണ്ടായിട്ടുണ്ട്. ഈ തൃശ്ശൂർ സാംസ്കാരിക നഗരമെന്ന് അടയാളപ്പെടുത്തുന്നത് ചില അക്കാദമികളും സാംസ്കാരിക സ്ഥാപനങ്ങളും ഉള്ളതുകൊണ്ട് മാത്രമായിരുന്നില്ല. നമുക്കറിയാം, ഇന്ത്യയിലെ കാമ്പസുകളിൽ വരേണ്യവർഗ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി കറുത്ത മക്കൾ ആത്മഹത്യയിലേക്ക് നടന്നെടുത്തപ്പോൾ, അവരുടെ അധ്യയനം തടസ്സപ്പെടുത്തിയപ്പോൾ അന്ന് നമ്മൾ കൂടിച്ചേർന്നു, ഇതേ തൃശ്ശൂരിൽ കൂടിച്ചേർന്നു. അതിന് നമ്മൾ മനുഷ്യ മഹാസംഗമം എന്നാണ് പേരിട്ടത്. സ്ത്രീ തുല്യതയ്ക്ക് വേണ്ടിയുള്ള സുപ്രീം കോടതി വിധി വന്നപ്പോൾ ശബരിമല പ്രവേശനത്തെ എതിർത്തുകൊണ്ട് കേരളത്തിൻ്റെ തെരുവുകൾ തികച്ചും സാംസ്കാരിക രഹിതമായപ്പോൾ അന്നും നമ്മളെല്ലാം ചേർന്ന് ഈ തൃശ്ശൂരിൽ തേക്കിൻകാട് മൈതാനിയിൽ ജനാഭിമാന സദസ്സ് സംഘടിപ്പിച്ചു. അത്തരം സാംസ്കാരിക കൂടിച്ചേരലുകളുടെ ഭാഗമായിട്ടാണ് നമ്മളോട് എത്തുന്നത്. എനിക്ക് തോന്നുന്നു, ആരൊക്കെ ഈ കൂടിച്ചേരലിന് വേണം, അവരെല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. മതനിരപേക്ഷ സാംസ്കാരിക പോരാട്ടത്തിന് നേതൃത്വം നൽകുന്ന KNUടെയുണ്ട്, ശ്രീ കുരിപ്പുഴ ശ്രീകുമാറുണ്ട്, കേരള നവോത്ഥാനത്തിൻ്റെ ദീപശിഖ വഹിച്ച VT ഭട്ടതിരിപ്പാടിൻ്റെ മകൻ VT വാസുദേവൻ മാഷ് ഇവിടെയുണ്ട്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല, ആദരം ഏറ്റുവാങ്ങാൻ പോകുന്ന, ജീവിതം ചരിത്രമാക്കിയ, ചരിത്രത്തോടൊപ്പം നടന്ന എൻ്റെ പ്രിയപ്പെട്ട ആദരണീയരായിട്ട് ഒരുപാട് ആളുകൾ എൻ്റെ മുമ്പിലുണ്ട്. ഈ കൂടിച്ചേരൽ എന്തിനെന്ന് സ്വാഗത പ്രാസംഗികൻ നേരത്തെ സൂചിപ്പിച്ചു. കേരളം മതനിരപേക്ഷതയുടെ അവസാനത്തെ തുരുത്തായി അവശേഷിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് നാം അവിടെ കൂടിച്ചേരുന്നത്. നമുക്കറിയാം, തിരുവനന്തപുരത്ത് പഠന കോൺഗ്രസിൽ പങ്കെടുത്തുകൊണ്ട് കാശ്മീരിൻ്റെ മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയുമായ ഷെയ്ഖ് ഫാറൂഖ് അബ്ദുള്ളൊപ്പം നിന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞു പോയത് എന്തുകൊണ്ടായിരുന്നു? ലോകത്തിൻ്റെ സ്വർഗം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കാശ്മീരിലെ ഹിമശൈലങ്ങളിൽ നിരപരാധിയായ മനുഷ്യന്റെ രക്തം പുരളുകയാണ്. അവിടെ നിന്ന് വന്നപ്പോൾ കേരളത്തിൻ്റെ മതനിരപേക്ഷ പാരമ്പര്യത്തിന് മുമ്പിലാണ് ഫാറൂഖ് അബ്ദുള്ളയുടെ കണ്ണുകൾ നിറഞ്ഞു പോയത്. അതേ കോൺഗ്രസിൽ തന്നെ ആഹ്വാനം നൽകി ഈ ലോകം അറിയപ്പെടുന്ന വിഖ്യാതനായ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ അത് പിന്നീട് നമ്മളോട് പറഞ്ഞു, എന്താണ്, ഇന്ത്യയിൽ മതനിരപേക്ഷ നിലനിൽക്കണമെങ്കിൽ, ഇന്ത്യയുടെ മതനിരപേക്ഷ സംരക്ഷിക്കണമെങ്കിൽ അതിന് കേരളം നേതൃത്വം നൽകണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്ത്യ തന്നെ കേരളത്തെയാണ് ഈ മതനിരപേക്ഷ മുന്നേറ്റത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നത്. പക്ഷേ കേരളത്തിൻ്റെ മതനിരപേക്ഷ വ്യവഹാരങ്ങളിലും
ആദരണീയായ നിലമ്പൂർ ഐഷയാണ് നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്നത്. കേരളത്തിൻ്റെ മത നിരപേക്ഷ വ്യവഹാരങ്ങളിലും ചില കരിനിഴൽ വീഴുന്ന സാഹചര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപരസ്നേഹത്തിൻ്റെ അപാരത തേടിയ ശ്രീനാരായണ ഗുരുവിൻ്റെ മണ്ണിലാണ് അങ്ങ് പാലക്കാട് ഒരു മനുഷ്യനെ വംശഹത്യ ചെയ്തത് അല്ലേ? അദ്ദേഹം ബംഗ്ലാദേശിയാണെന്ന് പറഞ്ഞുകൊണ്ട്, അദ്ദേഹം മുസ്ലിമാണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് പാലക്കാട് ഒരു മനുഷ്യനെ കശാപ്പ് ചെയ്യപ്പെടാൻ തയ്യാറായി. അത്തരത്തിലുള്ള മനുഷ്യത്വ രഹിതമായ സംഭവങ്ങൾ കേരളത്തിൻ്റെ ഭൂമികയിലും ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴാണ് മതനിരപേക്ഷതയ്ക്ക് വേണ്ടി, നമുക്കറിയാം ഇവിടെ ഒട്ടേറെ കുടുംബ സംഗമങ്ങൾ നടക്കുന്നുണ്ട്. ഇടവകയുടെ കുടുംബ സംഗമങ്ങളുണ്ട്, ജുമാഅത്തുകളുടെ കുടുംബ സംഗമങ്ങളുണ്ട്, കരയോഗത്തിൻ്റെ കുടുംബ സംഗമങ്ങളുണ്ട്. അതെല്ലാം തന്നെ മതാധിഷ്ഠിതമാണ്. മതാധിഷ്ഠിതമാകുന്നതിന് നമുക്ക് വിരോധമില്ല. പലപ്പോഴും വർഗീയമായ വാട്സാപ്പ് ഗ്രൂപ്പുകളും വർഗീയമായ പ്രചരണങ്ങളുമാണ് അതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നത്. പക്ഷേ മതേതരമായ മതനിരപേക്ഷമായ കൂടിച്ചേരലുകൾ നമ്മുടെ രാജ്യത്ത് കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് വസ്തുത, ഇല്ലേ? 1829 സതി വില്യം ബെന്റിക് പ്രഭുവിനെ സതി നിരോധിക്കാൻ കഴിഞ്ഞു. ഒരു നിമിഷം നമ്മൾ നിഷ്പക്ഷരായിട്ട് ആലോചിച്ചു നോക്കൂ. ഇപ്പോഴാണ് സതി നിരോധിക്കുന്നതെങ്കിൽ അല്ലേ, എത്രയോ കുല സ്ത്രീകൾ കേരളത്തിന്റെ തെരുവുകളിൽ ഭജനപാടി ഇറങ്ങുമായിരുന്നു ആ സതി സമ്പ്രദായം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലേ? വോട്ട് രാഷ്ട്രീയത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ പറയുമായിരുന്നില്ലേ സതി സമ്പ്രദായം നിർത്തലാക്കാൻ പാടില്ലെന്ന്? ചുരുക്കത്തിൽ കേരളവും മതാധിഷ്ഠിതമായ ഒരു നിലപാടിലേക്ക് പോവുകയാണ്. നമ്മൾ സ്ത്രീക്ക് തുല്യനീതി എന്നുള്ള ഭരണഘടനാദത്തമായ അവകാശം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സുപ്രീം കോടതി അങ്ങനെ ഒരു വിധി പ്രസ്താവിച്ചത്. ഈ ഒരു അന്തരീക്ഷത്തിൽ സെക്കുലാർ ജീവിതം ആഗ്രഹിക്കുന്ന, സെക്കുലാർ ജീവിതം കാക്ഷിക്കുന്ന നമ്മൾ നിശബ്ദരായിരിക്കുവാൻ കഴിയുകയില്ല. നമ്മളിൽ പലരും സെക്കുലറിസ്റ്റുകളാണ്, പലരും മതേതര നിലപാട് സ്വീകരിക്കുന്നവരാണ്. കുരിപ്പുഴിയുടെ തന്നെ വാക്കുകൾ കടമെടുത്താൽ അകത്തൊരു ചെരുപ്പും പുറത്തൊരു ചെരുപ്പും ധരിക്കുന്നവരാണ്. അതുകൊണ്ട് അത്തരം ഒരു നിലപാടിൽ നമ്മൾ വളരെ ചുരുക്കത്തിൽ മൃദു ഹിന്ദുത്വം എന്നൊക്കെ പറയുന്ന പോലെ നമ്മളൊരു വളരെ മൃദു സെക്കുലറിസ്റ്റുകളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അത്തരം ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് മൃദു സെക്കുലറിസ്റ്റുകളായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല. അങ്ങ് ഉത്തരാഖണ്ഡിലെ ഒരു മുസ്ലിം പേരുള്ള കടയുടെ പേര് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഇതുപോലെ പുരോഗമന പ്രസ്ഥാനങ്ങളില്ലാത്ത, അല്ലെങ്കിൽ ഇതുപോലെയുള്ള വിപ്ലവ പ്രസ്ഥാനങ്ങൾ ഒന്നുമില്ലാത്ത ഉത്തരാഖണ്ഡിലെ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ടാണ് ആ വർഗീയവാദികളുടെ മുമ്പിൽ നിന്നുകൊണ്ട് ആ ഒരു വൃദ്ധനായിട്ടുള്ള മുസ്ലിം വൃദ്ധനെ ആക്രമിക്കുന്നത് തടഞ്ഞത്. അദ്ദേഹം പറഞ്ഞു തന്റെ പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ ആ യുവാവിനോട് തന്റെ പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്റെ പേര് ദീപക് മുഹമ്മദ് എന്നാണ്. ദീപക് കുമാർ പറഞ്ഞു, എന്റെ പേര് ദീപക് മുഹമ്മദ് എന്നാണ്. നമുക്ക് വരും കാലങ്ങളിൽ ഒരു ദീപക് മുഹമ്മദ് എങ്കിലും ആയെങ്കിൽ മാത്രമേ ഈ കേരളമായ നാരായണ ഗുരുവിന്റെ കേരളം, അയ്യങ്കാളിയുടെ കേരളം, അതുപോലുള്ള വട്ടുതിരിപ്പാടിന്റെ കേരളം, അങ്ങനെയുള്ള കേരളം നമുക്ക് നിലനിർത്തുവാൻ വേണ്ടി കഴിയുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ഈ കൂടിച്ചേരൽ. ഈ കൂടിച്ചേരൽ ഇങ്ങനെ ജില്ലാതലത്തിൽ മാത്രമായിട്ട് അവസാനിപ്പിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഇത് വീണ്ടും അടിത്തട്ടിലേക്ക് പോകണം, ഗ്രാമങ്ങളിലേക്ക് പോകണം. മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്ന മനുഷ്യരുടെ ഈ കൂടിച്ചേരൽ നടക്കണം. എങ്കിൽ മാത്രമാണ് കേരളത്തിന്റെ ആകാശത്തിൽ മതനിരപേക്ഷതയുടെ മാനവികതയുടെ മഴവിൽ ഉയരുകയുള്ളൂ എന്ന് നമുക്ക് ബോധ്യമുണ്ട്. ഇതിനുവേണ്ടി കൂടിച്ചേർന്നിരിക്കുന്ന നിങ്ങളോട് എല്ലാവരോടും ഞാൻ വളരെ സ്നേഹപൂർവ്വം ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ സംഗമം
ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി കുരിപ്പുഴ ശ്രീകുമാറിനെ ക്ഷണിക്കുകയാണ്. ഈ കെട്ടകാലത്ത് കവിത കൊണ്ടും വാക്കുകൊണ്ടും ധീരമായ പ്രതിരോധം നടത്തുന്ന കുരിപ്പുഴയെ അഭിമാനപൂർവ്വം ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു.